ഒരു 4 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്തതാണ്. അത് നന്നായി ഉടച്ചു കൊടുക്കണം. കട്ടിയൊന്നും ഇല്ലാതെ ഉടച്ചു കൊടുക്കാൻ നോക്കണം. ഇങ്ങനെ ഉണ്ടാകണം. അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതില്ലേ അതിൽ ഉപ്പിട്ട് കൊടുത്തിനല്ല. നന്നായി മിക്സാക്കി കൊടുക്കണം. 2 ടീസ്പൂൺ അല്ല അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. മൊത്തത്തിലങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, 2 വലിയ ഉള്ളി ചെറിയ പീസാക്കിയത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. മൊത്തത്തിലങ്ങ് മിക്സായി വന്നാൽ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി അല്ലിയാണ് ക്രഷാക്കി എടുത്തത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി മൂടി വെച്ച് കൊടുക്കണം. ഇനി മൂടി തുറന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പുഴുങ്ങിയെടുത്ത ബീഫാണ്. കുക്കറിൽ 4 വിസിലിട്ടിട്ട് അതൊന്ന് ക്രഷാക്കി എടുക്കണം. ഓവറായിട്ട് ക്രഷാക്കി എടുക്കരുത്. ഇങ്ങനെ പാടുള്ളൂ. ഒരു തെരുതെരിപ്പ് ഉണ്ടാകണം, കടിക്കാൻ കിട്ടണം. അതും ഒന്ന് അതിലിട്ടിട്ട് വഴറ്റിയെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് കൊടുക്കാം. മൊത്തത്തിലങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുക്കണം. മൊത്തത്തിലങ്ങ് മിക്സാക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ കുഴച്ച് വെച്ച് ഉരുളക്കിഴങ്ങില്ലേ, അതൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം. കയ്യിൽ വെച്ച് പരത്തിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു ടേബിൾ സ്പൂണോളം ഈ ബീഫ് മസാല കൂടി വെച്ച് കൊടുക്കണം. ബീഫ് മസാല തന്നെ വേണമെന്നൊന്നുമില്ല. ചിക്കൻ്റേതായാലും അതുപോലെ തന്നെ മുട്ടൻ്റേതായാലും മതി. എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ബോൾ ഷേപ്പാക്കിയിട്ട് എടുക്കണം. ഇതിൽ മൈദയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പരത്തിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കണം. പെട്ടെന്ന് ബോൾ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റും. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇങ്ങനെ മിക്സാക്കി എടുത്തതാണ്. കുറച്ച് ലൂസിൽ തന്നെ മിക്സാക്കി എടുക്കണം. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഓരോ ബോൾസ് എടുത്തിട്ട് കോൺഫ്ലവറിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായ നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മൈദയൊന്നും കൂട്ടുന്നില്ല, അതുകൊണ്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതിൽ ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് മസാലയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ന്യൂ സ്നാക്സ് ആണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.